നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞെ, അമ്മയും അദ്ദേഹവും മടങ്ങി വന്നില്ലേ? സമയം കുറെ ആയല്ലോ പോയിട്ട്. അവര് കുറെ മുമ്പേ വന്നല്ലോ കുഞ്ഞെ. ഞാൻ ദൂരെ നിന്ന് കണ്ടതാ. അവര് വക്കീൽ അദ്ദേഹവും മോനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. വക്കീൽ അദ്ദേഹമോ? ആര്? പത്മനാഭൻ അമ്മാവൻ വന്നിരുന്നോ ഇവിടെ? വന്നുടനെ പോവുകയും ചെയ്തു. പോയോ? എന്നെ കാണാതെയോ? ഷടാ, അത് സാധാരണ അല്ലല്ലോ. അതും വേണുഗോപാലുമായിട്ട്. അവര് വന്നത് എന്നെ കാണാനാ. ഞാൻ ചോദിച്ചതാ സുഭദ്രയെ കാണുന്നില്ലെന്ന്. അപ്പോഴെന്തോ അത്യാവശ്യ കേസ് വിളിക്കും കോടതിയിലെന്നും പറഞ്ഞ് ധൃതിയിൽ പോയതാ. എന്ത് ധൃതിയായാലെന്താ? ഇവിടെ വരെ വന്നിട്ട്. അല്ല, എന്താ ഇപ്പൊ ഈ ധൃതിക്കിടയിൽ ഇദ്ദേഹത്തെ കാണാൻ വരാൻ? അത് പിന്നെ അമ്പലത്തിലെ ചില കണക്കുകൾ, അതിലെന്തോ ചില സംശയമുണ്ടെന്നാ പറഞ്ഞത്. അവിടത്തെ കാര്യസ്ഥന്മാരിൽ തന്നെ ചില അമ്പലവിഴുങ്ങികളുണ്ടോന്നൊരു സംശയം. ആണോ? എന്റെ ഈശ്വര, അച്ഛനുണ്ടെങ്കിൽ കാണാമായിരുന്നു. ഈ കള്ളത്തരം കാണിക്കുന്നവരെയും സ്വത്ത് തട്ടിയെടുക്കുന്നവരെയും അപ്പൊ തന്നെ ചവിട്ടി നിലത്തിടും എന്റെ അച്ഛൻ. അത് സ്വന്തം രക്തബന്ധമായാലും അതങ്ങനെ ചെയ്യൂ. എന്ന് പറഞ്ഞ വാസു അമ്മാവനെ പോലെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണോ സുഭദ്ര കുറ്റപ്പെടുത്തുന്നത്? ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിലും ഇദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവില്ലെന്നേ. കോട്ടക്കലുകാരനല്ലേ. ഈ തൃപ്പങ്കോട്ടെ സമ്പ്രദായങ്ങള് വേറെയാ. സാരമില്ല, ഞാൻ തന്നെ നേരിട്ടൊന്ന് ഇടപെടേണ്ടി വരും. ചിരിച്ചുകൊണ്ട് കൂടെ നിന്നിട്ട് പിൻകഴുത്തില് കത്തിവെക്കുന്ന ചിലരില്ലേ, അവരെ ഞാൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിച്ചോളൂ. ഈ സുഭദ്ര കളരിയിൽ പോയിട്ടുള്ളത് അഭ്യാസം പഠിക്കാൻ മാത്രമല്ല, ചില വഞ്ചകന്മാരായ അഭ്യാസികളെ തിരിച്ചറിഞ്ഞ് അരിഞ്ഞിടാൻ കൂടിയാ. അതാരാ ഏതാന്ന് ഇദ്ദേഹവും താമസിയാതെ മനസ്സിലാക്കും. അപ്പോഴേ മാലോകര് തിരിച്ചറിയൂ ഈ തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന്. ആ പറഞ്ഞതിലൊരു മുള്ളുമുനയുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് തകർക്കേണ്ട സമയമായി എന്നർത്ഥം. അതിന് പറ്റിയത് വാളും കഠാരയൊന്നുമല്ല, മറ്റു ചില ഒറ്റമൂലികളാ. ഒരു മനുഷ്യനും പുറമേ നിന്ന് കണ്ടാൽ മനസ്സിലാകാത്തത്ര കടുത്ത ഒറ്റമൂലികൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.